കൂടി പോയിട്ടുണ്ട്. ശ്രീ ജനാർദ്ദനാണ്, വയനാട് നിന്നാണ്. ശ്രീ ജനാർദ്ദനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? രണ്ട് സംഘടനയിലും സർവ്വ നിയന്ത്രണമുള്ള രണ്ടുപേർ, അവർ പറഞ്ഞ ഏത് തീരുമാനം നടപ്പാക്കാൻ ശേഷിയുള്ള രണ്ടുപേർ, വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും, ഇവർ രണ്ടുപേരുമാണ് ഐക്യം പ്രഖ്യാപിച്ചത്. ഈ ഐക്യം പ്രഖ്യാപിച്ച് 9-ാം നാൾ ഐക്യം വേണ്ട എന്ന് പറയുന്നു. ഇതിനിടയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവം, വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ അവാർഡ് പ്രഖ്യാപിച്ചു എന്നുള്ളത് മാത്രമാണ്. അതാവുമോ കാരണം? അതല്ല ഇതിന്റെ കാരണം, അതല്ല. ഇത് രണ്ടും ഐക്യം വരുന്നത് നല്ല കാര്യമാണ്. ഇതിന്റെ പിന്നിൽ ഈ ഐക്യം പൊളിച്ചതിന്റെ കാരണം കോൺഗ്രസ്സാ. ഇത് ഐക്യം പൊളിക്കാൻ കാരണം കോൺഗ്രസിനെ അത് തിരിച്ചടിയാവാൻ പോകുന്നത്. അതാണ് കോൺഗ്രസിന് ഇത് പറ്റുന്നത്. ജനാർദ്ദനെ, ഈ ഐക്യം വരുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ എന്താ, ആർക്ക് എന്ത് നല്ലതാണെന്ന്? ഇതിന്റെ സാറെ ഇത് പിന്നെ കൊടിക്കുന്ന സുരേഷ് കഴിഞ്ഞ ഇപ്പൊ തന്നെ പോയിട്ടല്ലോ ഐക്യം വരിക എന്ന് പറഞ്ഞപ്പോ അത് ഉടക്കാൻ വേണ്ടിയിട്ട്. ഇത് കൊടിക്കുന്ന സുരേഷും കോൺഗ്രസ് ആണ് ഇത് പിടിച്ചത്. കോൺഗ്രസിന് ഇത് തിരിച്ചടിയാവുന്ന കോൺഗ്രസിന് അറിയാം. അതുകൊണ്ട് കോൺഗ്രസ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഈ ഐക്യം പൊളിക്കാനുള്ള കാരണം കോൺഗ്രസാ. ശ്രീ ജനാർദ്ദൻ, എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായരോ പിന്തുണയ്ക്കുന്ന ഘട്ടത്തിലൊക്കെ ഏറ്റവും അടുത്ത രണ്ട് ഉദാഹരണം നോക്കിയാൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാവിലെ വോട്ട് ചെയ്ത ശേഷം ആദ്യം വരുന്ന പൊളിറ്റിക്കൽ പ്രഖ്യാപനം ജി സുകുമാരൻ നായരുടേതാണ്. അന്ന് ശബരിമല വിശ്വാസത്തിനെതിരായി നിന്ന സർക്കാരിനെ തൂത്തെറിയാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് പറഞ്ഞു. പച്ചയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ LDF-നെതിരായി UDF വോട്ട് ചെയ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായെന്ന് കണ്ടല്ലോ. ജനങ്ങൾ നേരെ മറിച്ചാണ് വോട്ട് ചെയ്തത്. 2016 വെള്ളാപ്പള്ളി നടേശൻ LDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടി തീവ്രമായി ശ്രമിച്ചപ്പോൾ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളുമായിട്ടാണ് LDF ഇലക്ഷനെ നേരിട്ടത്. അന്ന് വലിയ ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സംഘടനക്കാർ ഇവർ ഐക്യത്തോടു കൂടി നിന്നാലും ഭിന്നിച്ച് നിന്നാലും ഒക്കെ അവർ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളൊക്കെ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? അല്ല, ഈ വെള്ളാപ്പള്ളി സുകുമാരൻ നായർക്ക് പിന്നീട് അത് മനസ്സിലായി. ഇടതുപക്ഷം നിന്നാലാണ് കാര്യമുള്ളൂ എന്ന് സുകുമാരൻ നായർക്ക് മനസ്സിലായി. ഞങ്ങൾ പറഞ്ഞാലും ഇടതുപക്ഷത്തിന് തോൽക്കൂല എന്ന് സുകുമാരൻ നായർക്ക് മനസ്സിലായി. ഇടതുപക്ഷം ചെയ്ത കാര്യങ്ങൾ കേരളത്തിൽ ജനങ്ങൾക്ക് അറിയാം. അതാണ്. അപ്പൊ കേരളത്തിലെ ജനത്തിനറിയാം ഇടതുപക്ഷമൊന്നും അല്ല. ശ്രീ ജനാർദ്ദൻ നായർ, എന്റെ ചോദ്യം ഇതാണ്, ഈ ഐക്യം ഇപ്പൊ പൊളിയാനുള്ള കാരണം എന്താ? ഈ ഐക്യം പൊളിയാൻ കാരണം അത് തന്നെയാണ്. ഈ SNDP NSS ഐക്യം യോജിച്ചു വന്നാൽ ഇതിന്റെ നല്ല കാര്യം ഗുണകാരം കിട്ടും. അതിന് ആർക്ക് കിട്ടുമെന്ന്? NSS-ന്റെ SNDP-യുടെ ഐക്യത്തിന് ഗുണഫലം കിട്ടിയാന്നോ കേരളത്തിൽ ഇടതുപക്ഷം ജയിച്ചിട്ടുള്ളത്? അതല്ല, താങ്കൾ എന്തായി പറയുന്നത്? ഏത് കാലത്താണ് SNDP NSS ഒക്കെ കേരളത്തിലെ സമുദായ സംഘടനകളെല്ലാം കൂടി കേരളത്തിൽ ഇടതുപക്ഷത്തെ ജയിപ്പിച്ചിട്ടുള്ളത്? കേരളത്തിൽ ഇടതുപക്ഷത്തെ എല്ലാ കാലത്തും ഭൂരിപക്ഷ സമയം ഇലക്ഷനിലും എതിർത്ത സംഘടനയല്ലേ? ഇപ്പോഴല്ലേ വെള്ളാപ്പള്ളി നടേശനൊക്കെ ഈ സ്നേഹം വന്നത്? അത് ശരി തന്നെയാണ്. പക്ഷെ സംഗതി എന്താ പറയുക, ഒരു ഐക്യം വരുന്നത് നല്ലതാണ്. അല്ലെ, അത് എന്ത് നല്ലതാണെന്ന്? എന്താണ് കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളും ഐക്യം വന്നാൽ നല്ലതാണെന്ന് പറയാം. ഈ SNDP NSS ഐക്യം വന്നാൽ ആർക്ക് നല്ലതെന്നാണ് താങ്കൾ പറയുന്നത്? ഐക്യം SNDP NSS ഒരു ഐക്യം വന്നിട്ടുണ്ടെങ്കിൽ ഹിന്ദു മത സമ്മേളനത്തിന് നല്ല, ഹിന്ദുക്കൾക്ക് നല്ലതാ. ഹിന്ദുക്കൾക്ക് എന്ത് നല്ലത്? ഇവിടെ ബാക്കിയുള്ളവരൊന്നും ഹിന്ദുക്കളല്ലേ? ആണ്. SNDP എങ്ങനെയാണ് ഹിന്ദു ഐക്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്? ശ്രീനാരായണ ഗുരു തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണോ ഹിന്ദു ഐക്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്? അത് SNDP-യുടെ അടിസ്ഥാനപരമായ നയത്തിനെതിരല്ലേ? അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ, മനുഷ്യനെ മതവും ജാതിയും നോക്കരുത് എന്ന് പറഞ്ഞുണ്ടാക്കിയ ഒരു സംഘടനയല്ലേ? അത് സംഘടനയാണ്. പക്ഷെ ഒരു ഒറ്റക്കെട്ടായി എല്ലാവരും കൂട്ടണം എന്നാ പറഞ്ഞേ. എന്തിനാ അങ്ങനെ ഹിന്ദു ഐക്യം ഈ നാട്ടിൽ ഉണ്ടാവുന്നത്? എല്ലാവരും യോജിക്കണം അങ്ങനെ പറയൂ. എല്ലാരും യോജിച്ചു മുന്നോട്ടെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞേ. അതിന്റെ ഇതിൽ പിന്നിൽ തുടക്കം എല്ലാരും കൂട്ടി യോജിപ്പിക്കണമെന്നൊന്നും അല്ല വെള്ളാപ്പള്ളി പറഞ്ഞത്. വെള്ളാപ്പള്ളി പറഞ്ഞത് നായാടി മുതൽ നസ്രാണി വരെ എന്നാണ് പറഞ്ഞത്. പച്ചവർഗീയതയാണ് പറഞ്ഞത്. അത് നസ്രാണി വരെ. ചില ആൾക്കാർ ലീഗര് ഇതില് വർഗീയ കളിക്കുന്നുണ്ട്. എന്താ മുസ്ലിം മതവിഭാഗത്തെ കൂട്ടരെന്ന് പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം മതവിഭാഗത്തോട് എന്താണ് വെള്ളാപ്പള്ളിക്ക് ഇത്ര ദേഷ്യം? മുസ്ലിം വിഭാഗത്തിനോട് ദേഷ്യമല്ല, ലീഗിനോടാ ദേഷ്യം. ലീഗ് എങ്കിൽ പിന്നെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. നായാടി മുതൽ നസ്രാണി വരെ എന്നല്ലേ? നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞു. ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ എന്നല്ലേ പറഞ്ഞത്? നസ്രാണി വരെ ലീഗിനും കൂട്ടാം. ലീഗ് നല്ല ലീഗൊന്നുമല്ല. താങ്കൾ ഇങ്ങനെ വെറുതെ വല്ലാതെ കിടന്ന് മെഴുകാതെ. ലീഗിലും കൂട്ടാറുണ്ടല്ലോ വെള്ളാപ്പള്ളി. ലീഗിന്റെ കാര്യമല്ലല്ലോ പറഞ്ഞത്. മുസ്ലിം വിഭാഗവും ലീഗുമായിട്ട് എന്താണ് ബന്ധം? മുസ്ലിങ്ങളെ കൂട്ടാറുണ്ട്. മുസ്ലിങ്ങൾ കൂട്ടും. കൂട്ടാമെന്ന് പറഞ്ഞില്ലല്ലോ. മുസ്ലിങ്ങൾ നല്ലതാ. ജനാർദ്ദനം പറഞ്ഞാ പോരാ, വെള്ളാപ്പള്ളി പറയണമല്ലോ. ശ്രീ ജനാർദ്ദനൻ. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാവും ഈ ഐക്യം 9 ദിവസത്തിനുള്ളിൽ തന്നെ പൊളിഞ്ഞു പാളീസായി പോയത്? നമസ്കാരം. അത് പൊളിഞ്ഞു പോകാൻ കാരണം വേറെ ഒന്നുമില്ല. വെള്ളാപ്പള്ളിയോ NSS-ഓ SNDP-യോ ഇനി KPMS-ഓ KNMS-ഓ എല്ലാ ജാതി സംഘടനകളും നമുക്ക് ആവശ്യമാണ്. പക്ഷെ സംഘടനകൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ സമുദായത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി അവർ ഗവൺമെന്റിനോട് പൊരുതണം. ഏത് സർക്കാരിനോട് അവർ പൊരുതി
സമുദായങ്ങൾ സമരം ചെയ്ത് നേടിയെടുക്കണം. അല്ലാതെ രണ്ട് കക്ഷികളും കൂടി ചേർന്നതുകൊണ്ട് സുകുമാരൻ നായരും നമ്മളെ വെള്ളാപ്പള്ളിയും കൂടി ചേർന്നിരുന്നുണ്ട് ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ എടുക്കുന്ന കാലം കഴിഞ്ഞുപോയി. ഇന്ന് ഡയറക്ടർ ബോർഡ് കൂടി കറക്റ്റ് തീരുമാനം എടുത്തു കഴിഞ്ഞു. വെള്ളാപ്പള്ളി പത്മഭൂഷൺ കിട്ടിക്കൊണ്ടൊന്നുമല്ല. വെള്ളാപ്പള്ളി പത്മഭൂഷൺ കൊടുത്ത് SNDPക്ക് ഒത്തിരിക്കുന്നത്, വെള്ളാപ്പള്ളിക്കല്ല. വെള്ളാപ്പള്ളിക്ക് നോക്കുകയാണെങ്കിൽ കൊടുക്കേണ്ട ഒരു അർഹതയില്ല. മാന്യമായ കാര്യം തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെയാണ് കേരള രാഷ്ട്രീയത്തില് നമ്മുടെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇന്ന് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് ജി സുകുമാരൻ നായർ. ഒന്ന് പറഞ്ഞത് ഈ ഐക്യത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്നുള്ളത്. മറ്റൊന്ന് പറഞ്ഞത് തുഷാർ വെള്ളാപ്പള്ളിയെ പോലെ BDJS ഒരു നേതാവിനെയാണ് ചർച്ചയ്ക്ക് നിയോഗിച്ചത് എന്നത്. ഈ രാഷ്ട്രീയ താല്പര്യം, വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ താല്പര്യത്തെക്കുറിച്ച് അറിയാൻ കേരളത്തിൽ അങ്ങനെ വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസമൊന്നും വേണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അറിയാൻ കഴിയാത്ത ആളൊന്നുമല്ല സുകുമാരൻ നായർ. അപ്പോൾ ആ പറഞ്ഞത് ശരിയല്ല എന്നത് വ്യക്തമാണ്. രണ്ടാമത്, തുഷാർ വെള്ളാപ്പള്ളിയെ പറ്റില്ലെങ്കിൽ അതിന് പകരം മറ്റൊരാളെ വിടാൻ SNDPയോട് ആവശ്യപ്പെട്ടാൽ തീരുന്ന പ്രശ്നമേ അവിടെ ഉണ്ടായതുള്ളൂ. അപ്പോൾ അത് രണ്ടുമല്ല പ്രശ്നമെന്ന് വ്യക്തം. ഈ 9 ദിവസത്തിനിടയിൽ ഉണ്ടായത് ഈ പത്മ അവാർഡ് പ്രഖ്യാപനം അല്ലാതെ ഈ രണ്ട് സംഘടനകൾക്കിടയിൽ മറ്റെന്താണ് ഉണ്ടായത്? അല്ലെങ്കിൽ ജി സുകുമാരൻ നായരെ പൂർണ്ണമായും NSS ഡയറക്ടർ ബോർഡ് തള്ളിക്കളഞ്ഞു എന്ന് പറയേണ്ടി വരും. അതായത് സാറേ, കാരണം SNDP ആയാലും എവരുടെ തീരുമാനം രണ്ടും തെറ്റാണ്. കാരണം രാഷ്ട്രീയ വിജയത്തിലൂടെ തന്നെയാണ് SNDPയുടെ വെള്ളാപ്പള്ളിയുടെ വരെയും തുഷാറിനെ കൊണ്ട് നാക്കി വെക്കുകയും അയ്യാക്കം കയറണം, അയാളെ മോനും കയറണം, അല്ലെങ്കിൽ മോനെ മുമ്പ് ഇരിക്കാൻ പറ്റുമോ, നുഴഞ്ഞിരിക്കാൻ പറ്റുമോ? അത് NSSന് ബോധ്യമായി. NSSന്റെ എന്നോട് ക്ഷമിക്കണം, SNDPയുടെ വെള്ളാപ്പള്ളിയുടെ അച്ഛനല്ല അദ്ദേഹത്തിന്റെ അച്ഛൻ. ആദ്യം മനസ്സിലാക്കണം. അവർക്ക് ഇത്തിരി വിവരം ബുദ്ധിയുള്ളവരാണ് അവിടെ ഇരിക്കുന്നത്. അല്ലാതെ SNDPയുടെ ബോർഡ് എനിക്ക് തീരുമാനം. താങ്കൾ ഈ കാര്യം സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. വെള്ളാപ്പള്ളിയുടെ അച്ഛനോ അല്ലെങ്കിൽ സുകുമാരൻ നായരുടെ അച്ഛനോ അവരാരെങ്കിലും ഒരാൾ അധിക യോഗ്യനാണെന്ന് ഒരാൾ കുറഞ്ഞ യോഗ്യതയുള്ള ആളാണെന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് ശുദ്ധമായ മോശപ്പെട്ട അഭിപ്രായമാണ്. അങ്ങനെ പറയരുത്, അത് ശരിയല്ല. ഇതിന്റെ മറുപടി പറഞ്ഞിട്ട് കട്ടാക്കാം, അല്ല കട്ടാക്കുക. ജനങ്ങളുടെ വിഷയമാണ്. കാരണം എന്ത് കാരണം? ഈ കാരണം എന്റെ ഈ കാര്യമൊന്നും അറിയാൻ ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ലല്ലോ സുകുമാരൻ നായർ. എനിക്ക് ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 9 ദിവസത്തിനിടയിൽ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടി എന്നുള്ള അല്ലാതെ ഈ രണ്ടുപേർക്കിടയിൽ അല്ലെങ്കിൽ ഈ രണ്ട് സംഘടനകൾക്കിടയിൽ മറ്റെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? സാറേ, NSSന് SNDP സംഘടന ഉണ്ടാക്കുന്ന കാര്യമില്ലല്ലോ. കാരണം അവര് മാന്യമായി പെരുമാറിപ്പോയി, കുറെ കാലം അടിച്ചു പിരിഞ്ഞു പോയി, വീണ്ടും അവര് സഹകരിച്ചു പോകുന്നത് നല്ലത് തന്നെയാണ്. ആ സംഘടനകള് അല്ല, ഈ രണ്ടുപേരും ചേർന്നല്ലേ തീരുമാനിച്ചത്? സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ചേർന്ന് തീരുമാനിച്ചല്ലേ? അവർ തീരുമാനിച്ചാൽ അംഗീകരിക്കാൻ അവിടെ ജനങ്ങൾ മറ്റേ NSSന്റെ SNDP ആൾക്കാർ കരുതുകളാണോ? അല്ല, അവര് തീരുമാനിച്ചല്ല. രണ്ട് നായർ വിഭാഗത്തിൽ നിന്നോ ഏഴോ വിഭാഗത്തിൽ നിന്നോ വോട്ട് എത്രത്തോളം കിട്ടുമെന്നുള്ള വേറെ കാര്യം, അത് പോട്ടെ. പക്ഷെ അവരുടെ സംഘടനയുടെ നിയന്ത്രണം അവർക്കല്ലേ? ഇല്ല, നിയന്ത്രണമാണെങ്കിൽ ഒറ്റയ്ക്കെടുക്ക തീരുമാനം കഴിഞ്ഞു. 2024, 23, 21 മുമ്പേ 26 ഇനി പുതിയ വിവരങ്ങളുണ്ട്. ഇനി ഇവർക്ക് സ്ഥാനമില്ല. ഇവരൊക്കെ ഇനി ഒരു അടുത്ത വർഷമൊക്കെ ഇവരൊക്കെ പുറത്താക്കിയിട്ട് പുതിയ സംഘടനയിലെ നേതാക്കന്മാർ വേറെ ആൾ കയറി വരണം. SNDP NSSലെ വേറെ ആൾ വരണം സാർ, എന്നാൽ ഗതി പിടിക്കുള്ളൂ. അല്ലെങ്കിൽ വെള്ളാപ്പള്ളി മരിച്ചു കഴിഞ്ഞു ഈ ഈഴ സമുദായം ഇവിടെ പട്ടിയെ പോലെ തെരുവിൽ കിടന്ന് അടിക്കേണ്ടി വരും. ഒരു വരെ കിട്ടൂല ഈഴ സമുദായത്തിന്. അതാണ് ഞങ്ങൾ നോക്കുന്നത്. പക്ഷെ എന്നെ സമുദായം അങ്ങനെ നോക്കുന്നത്, അവർക്ക് ജാതി ഒരു ജാതി ഒരുപോലെ ദൈവം ഗുരുതരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുന്ന NSS അല്പം കുറച്ച് അവർക്കുണ്ട്. ഞാൻ ഈടവഴി SNDP സെക്രട്ടറി ഇരുന്നവനാണ്. സാറ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പറഞ്ഞാലും ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ താങ്കളുടെ ഞാൻ പറയും കറക്റ്റ് സാർ ചിന്തിച്ചു സാറേ. ശരി, ഓക്കെ, എന്നാലും ശരി. അങ്ങനെ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരാളുടെ അച്ഛന്റെ നേട്ടത്തെ കുറിച്ച് പറയുന്നത് മോശപ്പെട്ട അവസ്ഥയാണ്. അത് ശരിയല്ല എന്ന് കൂടി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അത് ആരുടേതായാലും. ശ്രീ ജോസഫാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാവും ഈ ഐക്യം പൊടുന്നനെ തന്നെ തകർന്നു പോയത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.